പ്യാരെ ബച്ചോ ആദാബ്. ഏവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നിലവിലിപ്പോൾ 2 യൂണിറ്റുകൾ പൂർത്തീകരിച്ചു. ഇന്ന് മുതൽ നമ്മൾ 3ാമത്തെ യൂണിറ്റിലെ പഠന പ്രവർത്തനങ്ങളിലേക്കാണ് പോകുന്നത്. 3ാമത്തെ യൂണിറ്റിൻ്റെ പേര് ഹരിയാലി ദേഖേ. എന്താണ് ഹരിയാലി ദേഖേ? ഹര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് പച്ച. ഹരിയാലി എന്ന് പറഞ്ഞാൽ പച്ചപ്പ്. ദേഖേ നമുക്ക് കാണാം, നോക്കാം എന്നതൊക്കെയാണ് അർത്ഥം. ദേഖേ, ഇവിടെ മനോഹരമായ ഒരു ചിത്രമുണ്ട്. ഈ ചിത്രം നല്ലപോലെ നോക്കൂ. ഇസ്മേ ക്യാ ക്യാ ഹേ? എന്തെല്ലാമാണുള്ളത്? ആപ്പ് ബത്തായിയേ. ഹാ ജി ഹാ ബത്തായിയേ. ഹാ വഹാ ഏക്ക് നദി ഹേ. നദി ഉണ്ട് അല്ലേ? കുട്ടികളൊക്കെ പിന്നെ നീന്തിക്കൊണ്ടിരിക്കുന്ന, കുളിച്ചുകൊണ്ടിരിക്കുന്ന ഏക്ക് നദി ഹേ. ഓർ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഓർ ജി ഹാ ഏക്ക് പഹാഡ് ഹേ. പഹാഡ്, പഹാഡ് എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ. ജി ഹാ. പിന്നെയോ ഹാ ഹരേ ഭരേ ഖേത്ത്. ഖേത്ത് എങ്ങനെയാണ്? ഹരേ ഭരേ അല്ലേ? നല്ല പച്ച നിറഞ്ഞ വയലുകളുണ്ട്, പേടുണ്ട്, നദികളുണ്ട്. പിന്നെയോ പേട് പൗതെ അല്ലേ? പേട് പൗതെ, മരങ്ങളും ചെടികളും ഉണ്ട്. ഫിർ ക്യാ? പിന്നെന്താ? ആ ക്യാ ഹേ? ആ ജി ഹാ ചിടിയാ ഹേ. പക്ഷിയുണ്ട് അല്ലേ? പക്ഷി വളരെ മനോഹരമായ. പിന്നെയോ ഗായ. ആ ജി ഹാ ഗായുണ്ട്. ഇങ്ങനെ ഒരുപാട് മനോഹരമായൊരു ചിത്രമാണ് അല്ലേ? നിങ്ങൾ ചിത്രം വരയ്ക്കുന്ന സമയത്ത് പല ആളുകളും ആദ്യം വരയ്ക്കുന്നത് ഒരു പഹാഡ് വരക്കും, ഒരു സൂരജ് വരക്കും, മരങ്ങൾ വരക്കും അല്ലേ? പൊതുവെ ചിത്രം വരക്കാൻ പറയുന്ന സമയത്ത് എല്ലാവരും വരക്കുന്ന, കാരണം നമ്മുടെ മനസ്സിൽ പതിഞ്ഞ ഒരു ചിത്രമാണത്. ഏക്ക് ഗാവ് കി ഖൂബ്സൂരത്തിയാണത്. ഒരു ഗ്രാമത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് വരക്കാൻ പറയുന്ന സമയത്ത് നമ്മൾ സാധാരണഗതിയിൽ ആദ്യം വരക്കുന്നത്, എളുപ്പത്തിൽ വരക്കുന്നത് എന്തായിരിക്കും? മലകളായിരിക്കും, സൂര്യനായിരിക്കും, പിന്നെ അതിൻ്റെ താഴെ പിന്നെ മരങ്ങൾ വരക്കും. ഇങ്ങനെ മനോഹരമായ ചിത്രം നമ്മളെല്ലാവരും വരച്ചിട്ടുണ്ടാവും അല്ലേ? അതുപോലെയുള്ളൊരു മനോഹരമായ ചിത്രം തന്നെയാണിത്. ഇതാണ് ഈ യൂണിറ്റിൻ്റെ പേരാണ് ഹരിയാലി ദേഖേ. ഇവിടെ ഒരു 5-6 വരികൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് എന്ന് നമുക്ക് നോക്കാം. हरा भरा ये मंजर देखे, आओ बच्चों गाँव चले. हरा भरा ये मंजर देखे, झरनों का वो पानी देखे, उड़ने वाले पंछी देखे, कैसे अच्छे प्यारे प्यारे सीधे सादे लोग ये सारे. आओ बच्चों गाँव चले, हरा भरा ये मंजर देखे, आओ बच्चों गाँव चले. हरा भरा ये मंजर देखे. ബച്ചോ സുനാ ഹേ ആപ്പ്? വളരെ മനോഹരമായ ഒരു പാട്ട് നിങ്ങൾ കേട്ടില്ലേ? ജി ये देखिए तस्वीर देखिए. इस तस्वीर में क्या क्या है? क्या है जी? पेड़ है, लेकिन इसमें पत्ता नहीं है. അതിൽ ഇലകളില്ല അല്ലേ? സൂഖ്യ പടേ ഹെ. സബ് സൂഖ്യ പടേ ഹെ. എല്ലാം വറ്റി വരണ്ട് ഉണങ്ങിക്കിടക്കുകയാണ് അല്ലേ? ജി ഹാ. വഹാ ഏക്ക് ആദ്മി ഹെ. वो कौन है? वो केशव है. केशव. केशव अपने गाँव के बारे में सोच रहा है. എന്തെല്ലാമാണ് ഗ്രാമത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവുക? ഇതാണ് 1ാമത്തെ പാഠം. ദേശ് കി ധർത്തി എന്ന പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. പാഠത്തിൻ്റെ പേര് ദേശ് കി
ധർത്തി എന്നതാണ് പാഠത്തിൻ്റെ പേര്. ഈ പാഠം കേശവ് എന്തു ചെയ്യാണ്? തൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച്, തൻ്റെ ഗ്രാമത്തിൻ്റെ മുൻപുണ്ടായിരുന്ന മനോഹാരിതയെക്കുറിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആലോചനകളാണ്, ചിന്തകളാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. നോക്കാം. ഹർ തരഫ് ഹരിയാലി ഹി ഹരിയാലി, दूर दूर तक फैले हुए पहाड़, बहती हुई नदियाँ, हरे भरे खेत, पेड़ पौधे, ठंडी हवा में लहलहाती फसलें, फ़ज़ा में चहचहाने वाली चिड़िया, बागों में मंडलाती हुई तितलियाँ, बागों में मंडलाती हुई तितलियाँ, अपने अपने कामों में मसरूफ़ किसान, अपने अपने कामों में मसरूफ़ किसान, नए नए पौधे लगाती हुई औरतें, नए नए पौधे लगाती हुई औरतें, मैदान में घास चरने वाली गाय और भैंसें, मैदान में घास चरने वाली गाय और भैंसें। वाह, हमारे गांव का क्या खूब मंजर था. ഇതാണ് കേശവ് ഇരുന്ന് തൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച്, ഗ്രാമത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള മനോഹരമായ ഒരു കാഴ്ച. എന്തെല്ലാമാണ് ഇതിലുള്ളത്? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആദ്യത്തെ ചിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് നമുക്ക് നോക്കാം. പാഠത്തിൻ്റെ പേര് സബക് കാ നാം ദേശ് കി ധർത്തി. ദേശ് കാ മാന ക്യാ ഹൈ? ദേശം. ദേശം. ധർത്തി കാ മാന ജമീൻ, ഭൂമി അല്ലെങ്കിൽ മണ്ണ്. ജമീൻ അല്ലെങ്കിൽ മണ്ണ് എന്നും പറയാം. ധർത്തി, ദേശ് കി ധർത്തി എന്നതാണ് പാഠത്തിൻ്റെ പേര്. മനസ്സിലായല്ലോ? ജി देखिए, ഹർ തരഫ് ഹരിയാലി ഹി ഹരിയാലി. ഹർ തരഫ്, തരഫ് എന്ന് പറഞ്ഞാൽ ചാറോം തരഫ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ചാറോം തരഫ് എന്ന് പറഞ്ഞാൽ 4 ഭാഗവും. ഹർ തരഫ് എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗവും. ഹരിയാലി ഹി ഹരിയാലി, ഹരിയാലി നാം നേരത്തെ പറഞ്ഞു. ഹരിയാലി പച്ചപ്പോട് പച്ചപ്പാണ്. ഹർ തരഫ് ഹരിയാലി ഹി ഹരിയാലി, दूर दूर तक फैले हुए पहाड़. दूर जी हाँ, ദൂരെ. ഫൈലെ ഹുയെ എന്ന് പറഞ്ഞാലോ പരന്നു കിടക്കുന്ന പഹാഡ്. പഹാഡ് എന്താണ്? ജി ഹാ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, മലകൾ. പഹാഡ് മലകൾ. ബഹത്തി ഹുയി നദിയാം. നദിയാം എന്ന് പറഞ്ഞാൽ അറിയാം, നദിയാം. നദിയാം കേസെ ഹെ? ബഹത്തി ഹെ, ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ബഹത്തി ഹുയി നദിയാം, ഹരേ ഭരേ ഖേത്ത്. ആ ഗ്രാമത്തിൽ എന്തുണ്ടായിരുന്നു? ഗ്രാമം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഖേത്ത് വരാറുണ്ട് അല്ലേ? ഖേത്ത് എങ്ങനെയുള്ള ഖേത്താണ്? ഹരേ ഭരേ ഖേത്താണ്, പച്ച നിറഞ്ഞ വയലുകൾ. ഓർ പേട് പൗധെ മരങ്ങളും ചെടികളും. ठंडी हवा में लहलहाती फसलें. ठंडी हवा में അല്ല, ठंडी हवा. ठंडी हवा തണുത്ത കാറ്റ്. തണുത്ത കാറ്റിൽ ലഹലഹാത്തി, ലഹലഹാന അർത്ഥം എന്താ? ലഹലഹാന അർത്ഥം ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന. ലഹലഹാത്തി ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന. ഫസ്ലേ, ഫസ്ൽ വിളകൾ. ഫസ്ലേ വിളകൾ. പിന്നെയോ ഫസാമേം ചഹചഹാനെ വാലി ചിടിയാം. ഫസാമേം ചഹചഹാനെ വാലി ചിടിയാം. അന്തരീക്ഷത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചിടിയാം, പക്ഷികൾ അല്ലേ? ജി ഹാ. और क्या है? बागों में मंडलाती हुई तितलियाँ.
बागों में मंडलाती हुई तितलियाँ. मंडलाना, मंडलाना ये है मंडलाന വട്ടമിട്ട് പറക്കുന്ന. എവിടെ? ബാഗിൽ. ബാഗോമേ മണ്ഡലാത്തി ഹുയി തിത്തലിയ, ബാഗിൽ വട്ടമിട്ട് പറക്കുന്ന തിത്തലികൾ. അപ്പിനെ അപ്പിനെ കാമോമേ മസ്റൂഫ് കിസാൻ, അപ്പിനെ അപ്പിനെ കാമുകളിൽ ജോലികളിൽ മസ്റൂഫായി നിൽക്കുന്ന ബിസിയായി നിൽക്കുന്ന കിസാൻ. കിസാൻ നിങ്ങൾക്കറിയില്ലേ? ജി ഹാ. അപ്പിനെ അപ്പിനെ കാമോമേ മസ്റൂഫ് കിസാൻ, തങ്ങളുടെ കാമുകളിൽ ബിസിയായി നിൽക്കുന്ന കിസാൻ. നയേ നയേ പൗദേ, നയേ നയേ പൗദേ. പൗദേ ആംക പൗദ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൗദ ചെടികൾ. നയേ നയേ ന്യൂ ന്യൂ പൗദേ ലഗാത്തി ഹുയി ഔരത്തേം, ഔരത്തേം ഔരത്ത് സ്ത്രീകൾ. പുതിയ പുതിയ ചെടികൾ ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുന്ന കുഴിച്ചിട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ. മൈതാൻ മേ ഘാസ് ചർനെ വാലി ഗായേം ഔർ ഭൈൻസേം, മൈതാനത്തിലൂടെ ഗ്രൗണ്ടിലൂടെ മേഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്ന ഗായേം ഔർ ഭൈൻസേം. ഗായേ ഗായേ പശു, ഭൈൻസ് പോത്ത് അല്ലേ? ഗായേം ഔർ ഭൈൻസേം പശുക്കളും പോത്തുകളും. വാഹ് ഹമാരെ ഗാവ് കാ ക്യാ ഹൂബ് മൻസർ താ, നമ്മുടെ ഗ്രാമം എത്ര മനോഹരമായിരുന്നു. ഇത്ര മനോഹരമായ ഒരു രംഗം മനസ്സിൽ കണ്ടുകൊണ്ട് നിൽക്കുന്നത് കേശവാണ്. കേശവാണ്. കേശവ് എവിടെയാ? ഉണങ്ങി നിൽക്കുന്ന ഒരു മരത്തിൻ്റെ താഴെ നിന്നിട്ടാണ് കേശവ് ഇങ്ങനെ തൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ആലോചിച്ച് കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? നല്ല പോലെ ഒന്ന് വായിച്ചു നോക്കൂ. ദേശ് കി ധർത്തി ഹർ തരഫ് ഹരിയാലി ഹി ഹരിയാലി, दूर दूर तक फैले हुए पहाड़, बहती हुई नदियाँ, हरे भरे खेत और पेड़ पौधे, ठंडी हवा में लहलहाती फसलें, फ़िज़ा में चहचहाने वाली चिड़िया, बागों में मंडलाती हुई तितलियाँ, अपने अपने कामों में मसरूफ़ किसान, नए नए पौधे लगाती हुई औरतें, मैदान में घास चरने वाली गायें और भैंसें. वाह हमारे गांव का क्या खूब मंजर था. बच्चों, हम केशव के गांव के बारे में हम सुना है ना? बच्चों, आपका गांव कैसा है? कैसा है? बहुत अच्छा है. मेरा गांव बहुत अच्छा है. मेरा गांव बहुत अच्छा है. आपका गांव का नाम क्या है? आपका गांव का नाम क्या है? क्या है? मेरा गांव का नाम കൂമങ്കാവ് है. मेरा गांव का नाम കൂമങ്കാവ് है. കൂമങ്കാവ് എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ ഗ്രാമത്തിൻ്റെ പേരൊന്ന് വെച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കൂ. मेरा गांव का नाम, मेरा गांव का नाम കൂമങ്കാവ് है. मेरा गांव का नाम അഗളി है. मेरा गांव का नाम इसी तरह നിങ്ങളുടെ ഗ്രാമത്തിൻ്റെ പേര് എങ്ങനെയാണെന്ന് പറഞ്ഞു നോക്കൂ. എല്ലാവരും പറയൂ. പറഞ്ഞോ? जी हाँ. तो आपसे एक सवाल पूछता हूँ. ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. आपके गाँव में क्या क्या है? आपके गाँव में क्या क्या है? क्या है? स्कूल है. जी हाँ, आपके गाँव में स्कूल है. നമ്മൾ കേശു के गाँव में നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. आपके गाँव में और क्या क्या है? വേറെ എന്തെല്ലാം ഉണ്ട്? स्कूल, हाँ, फिर क्या है? खेत. जी हाँ, खेत. और क्या है? हाँ, पेड़ पौधे. पेड़ पौधे, മരങ്ങളും ചെടികളൊക്കെ ധാരാളം ഉണ്ട് അല്ലേ? और हाँ, नदियाँ. वेरी गुड. नदियाँ या नदी. गाँव में नदी है. പിന്നെയോ? और क्या है? हाँ जी, बाग है. बाग है.
അങ്ങനെ നമ്മളൊന്ന് ആപ്കെ ഗാവ് നിങ്ങളുടെ ഗ്രാമത്തെക്കുറിച്ച് ദായറ പൂരാ കീജിയെ ഗ്രാമത്തെക്കുറിച്ചുള്ള ഈ ദായറ നിങ്ങളൊന്ന് പൂർത്തീകരിച്ചു നോക്കൂ. നിങ്ങളുടെ ഗ്രാമത്തിൽ എന്തെല്ലാമാണ് ഉള്ളത് എന്നത് ഇതിന് ചുറ്റുമെഴുതി ഈ ദായറ പൂർത്തീകരിക്കണം. തയ്യാർ ഹേ ജി. ഇനി നമുക്ക് നമ്മുടെ ഗ്രാമത്തെക്കുറിച്ചൊന്ന് എഴുതി നോക്കിയാലോ? എഴുതി നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മേരെ ഗാവ് കാ നാം കൂമങ്കാവ് ഹേ. മേരെ ഗാവ് കാ നാം കൂമങ്കാവ് ഹേ. നിങ്ങളുടെ ഗ്രാമത്തെക്കുറിച്ച് എഴുതാം. മറ്റൊരു സെൻറ്റൻസ്, മേരെ ഗാവ് ബഹുത്ത് അച്ഛാ ഹേ. അതും ഞാൻ നേരത്തെ പറഞ്ഞു. മേരെ ഗാവ് ബഹുത്ത് അച്ഛാ ഹേ, വളരെ നല്ലതാണ്. നിങ്ങളുടെ ഗ്രാമവും നല്ലതല്ലേ? നിങ്ങൾക്കും ആ സെൻറ്റൻസ് എഴുതാം. മേരെ ഗാവ് മേ സ്കൂൾ ഹേ. എൻ്റെ ഗ്രാമത്തിൽ സ്കൂളുണ്ട്. ഇതുപോലെ നിങ്ങളുടെ ഗ്രാമത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളതെന്ന് എഴുതിയല്ലോ, അതുപയോഗിച്ച് കുറച്ച് സെൻറ്റൻസ് എഴുതി നോക്കൂ. യെ ലിഖ് കർ ആപ്കി ടീച്ചർ കോ ബേച്ച് ദീജിയെ. നിങ്ങളുടെ ടീച്ചർക്ക് എന്തായാലും അയച്ചു കൊടുക്കണം. ഓക്കെ ജി. ബച്ചോ, ये तस्वीर देखिए, ये क्या है? क्या है? हाँ, ये गाय है. ये गाय है. और ये बिल्ली है. बहुत अच्छा. और ये क्या है? എന്താരും പറയാത്തെ? ये क्या है? പഠിച്ചിട്ടില്ലേ? नहीं? ये मेंढक है. ये मेंढक है. मेंढक तवाड़ा, समझा? मेंढक. और ये क्या है? बकरी. ये बकरी है. और ये हाँ, ये कुत्ता है. ഇപ്പോൾ നമ്മൾ 5 ചിത്രങ്ങൾ ഇവിടെ കാണിച്ചു. ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞേ? ജി ഹാ. ഗായ്, बिल्ली, मेंढक, बकरी, കുത്ത. ഈ ചിത്രങ്ങളിലെ ഈ ജീവികൾക്ക് എന്തുണ്ട്? एक ആവാസ് ഹേ. ആവാസ് ശബ്ദങ്ങളുണ്ട്. ശബ്ദങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ലേ? ഞാനൊരു ശബ്ദം പറയട്ടെ, അത് ഏതിൻ്റെ ആണെന്ന് നിങ്ങൾ പറയണം. ഇതിൽ പറയപ്പെട്ട ഏതിൻ്റെ ആണെന്ന് നിങ്ങൾ പറയണം. മിയാവ് മിയാവ്, മിയാവ് മിയാവ്. ये किसकी आवाज़ है? हाँ, ഇത് ആരൊരു ശബ്ദ? हाँ, ये बिल्ली की आवाज़ है. बिल्ली. जी हाँ. भाव 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 भाव. हाँ, किसका है? कुत्ता का है. कुत्ता की आवाज़ है. कुत्ता की आवाज़ है. और मैं बकरी की आवाज़ है. अम्बा 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 अम्बा, ये गाय की आवाज़ है. टर 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 टर, किसका है? मेंढक की आवाज़ है. മനസ്സിലായല്ലോ? ഓരോന്നിൻ്റെയും ശബ്ദങ്ങൾ തിരിച്ചറിഞ്ഞ് ഇതുപയോഗിച്ച് ഈ ചിത്രത്തിലുള്ള ഇവയുടെ പേരും ഈ ശബ്ദവും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസ് എഴുതണം. സെൻറ്റൻസ് എഴുതണമെങ്കിൽ, ഒരു സെൻറ്റൻസ് പൂർത്തീകരിക്കണമെങ്കിൽ അവസാനം ഹേ വെച്ചിട്ടോ അല്ലെങ്കിൽ ഹൈ വെച്ചിട്ടോ ഒക്കെ പൂർത്തീകരിക്കണമല്ലോ. ശബ്ദം പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയൽ? കൗവ, നമ്മൾ ഉദാഹരണം പറയാണ്. കൗവ കായം കായം കർത്താ ഹെ അല്ലെങ്കിൽ കർത്തി ഹെ. ഗായ അംബ അംബ കർത്തി ഹെ. എങ്ങനെയാണ് അവിടെ കർത്താ ഹെ അല്ലെങ്കിൽ കർത്തി ഹെ ആണ് എഴുതേണ്ടത്? എല്ലാറ്റിനും കർത്താ ഹെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാൻ കഴിയോ? ഇല്ല. എല്ലാറ്റിൻ്റെ അവസാനം കർത്തി ഹെ എന്ന് എഴുതിയാൽ ചിലപ്പോൾ ശരിയായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ കർത്താ ഹെ എന്നാണോ കർത്തി ഹെ എന്നാണോ എന്ന് തിരിച്ചറിയേണ്ടത്
നമ്മൾ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അത് മുസക്കറാണോ മുഅന്നസാണോ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ്. അഥവാ ഗായ അംബ അംബ കർത്തി ഹെ, ഉദാഹരണമാണ് ഗായ അംബ അംബ കർത്തി ഹെ. ഗായ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഗായ് എന്താണ്? മുഅന്നസാണ് അല്ലേ? ഗായ് ദൂത് ദേത്തി ഹെ എന്നൊക്കെ നമ്മൾ പറയലല്ലോ, പാല് തരുന്നത്. അപ്പോൾ ഗായ് എന്താണ്? മുഅന്നസാണ്. ഗായ് മുഅന്നസ് ആയതുകൊണ്ട് കർത്തി ഹെ. മുസക്കർ ആണെങ്കിൽ കർത്തി ഹെ എന്ന് എഴുതിയാൽ തെറ്റാകും. മുസക്കർ ആണെങ്കിൽ അവിടെ കർത്താ ഹെ എന്ന് തന്നെ എഴുതണം. ബില്ലി, ബില്ലി എന്ന് പറയുന്നത് മുസക്കറാണോ മുഅന്നസാണോ? ബില്ലി. യാ ആണ് അവസാനം. അവസാനം യാ വരുന്നത് മിക്കവാറും എന്തായിരിക്കും? മുഅന്നസായിരിക്കും. അതൊരു പൊതുവായിട്ടുള്ളൊരു നിയമമാണ്. അവസാനം ഒരു പദത്തിൻ്റെ ഏറ്റവും അവസാനം യാ വന്നാൽ മുഅന്നസായിരിക്കും. അങ്ങനെയാവുമ്പോൾ ബില്ലി എന്താണ്? മുഅന്നസാണ്. മുഅന്നസായതുകൊണ്ട് കർത്തി ഹെ എന്നാണ് എഴുതേണ്ടത്. മേണ്ടക്, മേണ്ടക് എന്നത് മുസക്കറാണ്. മറ്റൊന്ന് ബക്കരി. ബക്കരി എന്നതിൻ്റെ അവസാനം എന്താണ്? ബക്കരി എന്നതിൻ്റെ അവസാനം യാ ആണ്. അതുകൊണ്ട് അതെന്തായിരിക്കും? മുഅന്നസായിരിക്കും. അവിടെ കർത്തി ഹെ എന്നാണ് എഴുതേണ്ടത്. അവസാനത്തേത് കുത്ത, അവസാനം അലിഫാണ്. അവസാനം അലിഫ് വരുന്ന ഭൂരിഭാഗം എന്ത് തന്നെയാണ്? മുസക്കറായിരിക്കും. മൂന്നക്ഷരമാണെങ്കിൽ, മൂന്നക്ഷരമുള്ള അവസാനം അലിഫ് വരികയാണെങ്കിൽ അത് മുഅന്നസാണ്. അല്ലാത്ത അവസാനം അലിഫ് വരുന്നതൊക്കെ ഭൂരിഭാഗവും എന്ത് തന്നെയാണ്? മുസക്കറാണ്. അപ്പോൾ മുസക്കർ ഏതൊക്കെയാണ്? കുത്ത എന്നത് മുസക്കറാണ്, മേണ്ടക്ക് എന്നത് മുസക്കറാണ്. മറ്റു മൂന്നെണ്ണം അഥവാ ബില്ലിയും ഗായയും അതുപോലെ ബക്കരിയും, ഈ മൂന്നും എന്താണ്? മുഅന്നസാണ്. ഇവകൾ എഴുതുന്ന സമയത്ത് അവസാനം കർത്തിഹ എന്ന് എഴുതണം. മുസക്കറാണെങ്കിൽ അവസാനം കർത്താഹ എഴുതണം. ഇപ്പോൾ നമ്മൾ ഈ ചിത്രങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പേര് പരിചയപ്പെട്ടു, അവയുടെ ശബ്ദങ്ങൾ ഏതാണ് എന്നൊക്കെ ഇവിടെ പറഞ്ഞു. അവസാനം കർത്താഹ കർത്തിഹ എങ്ങനെ എഴുതണം എന്നും പറഞ്ഞു. ഇതുപയോഗിച്ച് നിങ്ങൾ സെൻറ്റൻസ് എഴുതണം. ജയ്സെ ഉദാഹരണം ഏതുപോലെ? ഗായേ അംബ അംബ കർത്തിഹ. ഇതുപോലെ മറ്റുള്ളവ കൂടി നിങ്ങൾ എഴുതണം. എഴുതില്ലേ ജി? ഇത്രയും പ്രവർത്തനങ്ങളാണ്. ആജ് കിത്തനെ സർഗർമിയാ ഹെ? എത്ര പ്രവർത്തനങ്ങളാ? ഹാ, ഒന്ന് ഗാവ് കെ ബാരേ മേ ഏക്ക് ദായറ പൂരാ കർന. ഗാവിനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന പദങ്ങൾ എഴുതി ആ ദായറ പൂർത്തീകരിക്കുക. ഗാവ് കെ ബാരേ മേ ജുംലെ ലിഖ്ന. ഗാവ് കെ ബാരേ മേ കുറച്ച് സെൻറ്റൻസ് എഴുതുക. ഓർ അവസാനത്ത് ഈ പ്രവർത്തനം എന്താണ്? ചിത്രങ്ങൾ ഉപയോഗിച്ച് ആ ചിത്രത്തിലുള്ള മൃഗങ്ങളുടെ ശബ്ദങ്ങൾ തിരിച്ചറിഞ്ഞ് സെൻറ്റൻസ് പൂർണ്ണമായി എഴുതുക. ഇത്രയും പ്രവർത്തനങ്ങളാണുള്ളത്. എല്ലാവരും ഭംഗിയായി ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കില്ലേ ജി? ശുക്രിയ. ഖുദാ ഹാഫിസ്.